തിരുവനന്തപുരത്ത് CPIM-ന്റെ 10 സിറ്റിംഗ് സീറ്റുകളിലും നിലവിലെ MLA-മാർ തന്നെ മത്സരിക്കും. CPIM ജില്ലാ സെക്രട്ടേറിയറ്റിലാണ് തീരുമാനം. വി ജോയ് മത്സരിക്കുന്ന സാഹചര്യത്തിൽ പുതിയ ജില്ലാ സെക്രട്ടറി വരും. വിശദാംശങ്ങളുമായി അർജുൻ. അപ്പോൾ അർജുൻ, ഒരു തീരുമാനമായിരിക്കുന്നു, സിറ്റിംഗ് MLA-മാർ തന്നെ മത്സരിക്കുന്നു. വി ജോയുടെ കാര്യത്തിലാണ് നേരത്തെ ഒരു സംശയമുണ്ടായിരുന്നത്, അദ്ദേഹം മത്സരിക്കുന്നില്ല ജില്ലാ സെക്രട്ടറി ആയ സാഹചര്യത്തിൽ എന്നൊക്കെയായിരുന്നു. അപ്പോൾ അതിലും ഒരു തീരുമാനമായിരിക്കുന്നു. വിവരങ്ങൾ ശ്യാമിലി, CPIM-ന് ഏറ്റവും കൂടുതൽ ശക്തിയുള്ള ജില്ലയാണ് തിരുവനന്തപുരം. ഏറ്റവും കൂടുതൽ MLA-മാരുള്ള ജില്ല കൂടിയാണ്. അവിടെ എല്ലാ സിറ്റിംഗ് MLA-മാരെയും മത്സരിപ്പിക്കാൻ ഇപ്പോൾ CPIM തീരുമാനിച്ചിരിക്കുകയാണ്. 10 സിറ്റിംഗ് MLA-മാരാണ് തിരുവനന്തപുരത്ത് 10 MLA-മാരാണ് CPIM-ന് തിരുവനന്തപുരത്ത് ഉള്ളത്. അവർ 10 പേരും മത്സരിക്കട്ടെ എന്നാണ് ഇന്ന് ചേർന്ന തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റിൽ തീരുമാനമെടുത്തിട്ടുള്ളത്. ഇക്കാര്യം സംസ്ഥാന നേതൃത്വത്തെ CPIM അറിയിക്കും. അന്തിമ തീരുമാനവും പ്രഖ്യാപനവും സംസ്ഥാന നേതൃത്വത്തിൻ്റെതായിരിക്കും ഉണ്ടാവുക. അതേസമയത്ത് മുഴുവൻ പേരും മത്സരിക്കണമെന്നാണ് CPIM-ന്റെ തിരുവനന്തപുരം ജില്ലാ നേതൃത്വത്തിൻ്റെ അഭിപ്രായം. അതായിരിക്കും സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കുക. നേരത്തെ ശ്യാമിലി പറഞ്ഞതുപോലെ തന്നെ CPIM ജില്ലാ സെക്രട്ടറി വി ജോയ് മത്സരിക്കുന്നതിൽ ഒരു സംശയമുണ്ടായിരുന്നു. പക്ഷേ ഏതെങ്കിലും തരത്തിലൊരു പരീക്ഷണത്തിനൊന്നും ഈ ഘട്ടത്തിൽ നിൽക്കേണ്ടതില്ല എന്ന് CPIM പൊതുവെ വിലയിരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വി ജോയ് തന്നെ മത്സരിക്കട്ടെ എന്ന് CPIM തീരുമാനിക്കുകയാണ്. മണ്ഡലം പറയുകയാണെങ്കിൽ വർക്കലയിൽ വി ജോയ് മത്സരിക്കും. വാമനപുരത്ത് DK മുരളി, കഴക്കൂട്ടത്ത് കടകംപള്ളി, വട്ടിയൂർക്കാവിൽ VK പ്രശാന്ത്, നേമത്ത് മന്ത്രി വി ശിവൻകുട്ടി, അരുവിക്കര G സ്റ്റീഫൻ, കാട്ടാക്കട IB സതീഷ്, നെയ്യാറ്റിങ്കര K ആൻസലൻ, ആറ്റിങ്ങലിൽ OS അംബിക എന്നിങ്ങനെ 10 MLA-മാരെയും മത്സരിപ്പിക്കാൻ തീരുമാനിക്കുകയാണ് CPIM. ആറ്റിങ്ങലിലും ഇതുപോലൊരു സമാനമായിട്ടുള്ള സംശയം CPIM-നുണ്ടായിരുന്നു. OS അംബികയെ മാറ്റി മറ്റൊരാളെ മത്സരിപ്പിക്കണോ എന്നുള്ള ആലോചന നടന്നിരുന്നു. ഒരാളെ മാത്രം മാറ്റി അത് തിരിച്ചടിയാകും എന്ന വിലയിരുത്തൽ കൂടി ഉണ്ടായി. അതുകൊണ്ട് ആറ്റിങ്ങലിൽ OS അംബിക തന്നെ മത്സരിക്കട്ടെ എന്ന തീരുമാനത്തിലേക്കും CPIM ജില്ലാ നേതൃത്വം എത്തുകയാണ്. ഒപ്പം തന്നെ പറയേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, 2 ഘടകകക്ഷികൾക്ക് തിരുവനന്തപുരത്ത് സീറ്റുണ്ട്. ഒന്ന്, തിരുവനന്തപുരം സെൻട്രലിൽ നേരത്തെ ആന്റണി രാജു മത്സരിച്ച് വിജയിച്ചതാണ്. ആ സീറ്റ് ഏറ്റെടുക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഇപ്പോൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു അഭിപ്രായം ഉയർന്നിട്ടുണ്ട്. അക്കാര്യവും സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കും. കഴിഞ്ഞ വട്ടം കോവളത്തും ഘടകകക്ഷിയാണ് മത്സരിച്ചത്. നീല ലോഹിദാസ് നാടാറാണ് ജനതാദൾ S സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. ആ സീറ്റും ഏറ്റെടുക്കാനുള്ള ഒരു ചർച്ച CPIM-ന്റെ ജില്ലാ കമ്മിറ്റിയിൽ നടന്നിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഈ ഘടകകക്ഷികളുമായി ചർച്ച ചെയ്ത് CPIM സംസ്ഥാന നേതൃത്വമായിരിക്കും എടുക്കുക. അതേസമയത്ത് ജില്ലാ നേതൃത്വം ഈ സിറ്റിംഗ് MLA-മാരെ മുഴുവൻ മത്സരിപ്പിക്കാമെന്നുള്ള നിർണായകമായിട്ടുള്ള തീരുമാനമാണ് ഇന്ന് ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റിൽ എടുത്തിട്ടുള്ളത്. ഷാമിൽ.